കോച്ചിങ് ആൻഡ് ട്രെയിനിങ് ഇൻഡസ്ട്രിയിൽ സംസാര ശൈലിയുടെ പ്രാധാന്യം എത്രമാത്രമുണ്ട്. നമുക്കറിയാം, ഒരുപാട് ട്രെയിനേഴ്സിനെ നമുക്ക് പരിചയമുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിലും ധാരാളം ട്രെയിനേഴ്സുണ്ട്. ഇവരൊക്കെ സംസാരിക്കുന്നത് ഏത് രീതിയിലാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? വലിയ രീതിയിൽ ഒരുപക്ഷെ താത്വികമായിട്ട് സംസാരിക്കുന്ന ആളുകളുണ്ട്, വലിയ സാഹിത്യപരമായിട്ട് സംസാരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ നമ്മൾ തനതായ ശൈലിയിൽ നമ്മൾ വീട്ടിലൊക്കെ നമ്മുടെ സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടൊക്കെ സംസാരിക്കുന്ന രീതിയിലുള്ള സാധാരണ ഓർഡിനറി ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന ആളുകൾ വളരെ ചുരുക്കമാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം അനുസരിച്ച്, പ്രത്യേകിച്ച് ഈ ഡിജിറ്റൽ കോച്ചിങ് മേഖലയിൽ, കാരണം നമ്മൾ ഓൺലൈനിലാണ് നമ്മുടെ ക്ലയൻസിനെ ആണെങ്കിലും എല്ലാവരും നമ്മൾ മീറ്റ് ചെയ്യുന്ന കംപ്ലീറ്റ്ലി ഓൺലൈനാണ് ഡിജിറ്റൽ കോച്ചിങ് ഇൻഡസ്ട്രിയിൽ. സോ ഇതിൽ കണക്ട് ചെയ്യേണ്ടത്, ഞാൻ കണക്ട് ചെയ്യുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ വളരെ നോർമൽ ലാംഗ്വേജാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ. കാരണം വളരെ ലളിതമായിട്ട് സംസാരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആളുകളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ഞാൻ പറയുന്നത് വലിയ ഫിലോസഫിക്കലായിട്ടുള്ള വേർഡ്സുകളോ അല്ലെങ്കിൽ വലിയ സാഹിത്യപരമായിട്ടുള്ള വാക്കുകളോ ആണെങ്കിൽ ഒരുപക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഓഡിയൻസിന് മനസ്സിലാവണമെന്നില്ല. എന്താണ് നമ്മളിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നത്? എന്താണ് നമ്മൾ പറയുന്ന കാര്യം അവർക്ക് മനസ്സിലാവണം, നമ്മുടെ സംസാരം കൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടണം. ശരിയല്ലേ? അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇതാണ്, നമ്മൾ പറയുന്ന കാര്യം അവർക്ക് മനസ്സിലാവണം. അപ്പം അതിന് ഏറ്റവും നല്ലത് നമ്മുടെ നോർമൽ ലാംഗ്വേജ് തന്നെയാണ്. അല്ലാതെ വലിയ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ആവശ്യമില്ല. നിങ്ങൾ എങ്ങനെയാണോ ഇപ്പം നോർമലി സംസാരിക്കുന്നത്, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ നമുക്കറിയാം, പല മേഖലയിൽ നിന്നുള്ള ആളുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊന്ന് സ്റ്റഡി ചെയ്തുമല്ല, അവരെ ഒന്ന് മനസ്സിലാക്കാണ്ട് ശ്രമിച്ചു. ഇപ്പം കലാഭവൻ മണി, നമുക്കറിയാം, അദ്ദേഹം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച വ്യക്തിയാണ്. ശരിയാണ്. അപ്പോൾ അദ്ദേഹം ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി ഏതാണ്? വളരെ സാധാരണ ലാംഗ്വേജിലാണ്. എൻ്റെ ചാലക്കുടി അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ലാംഗ്വേജാണ്. ഒരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജെനുവിൻ കാര്യങ്ങളിലാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ഒരു ജനശ്രദ്ധ നേടിയെടുക്കാനായിട്ട് സാധിച്ചത്, ഒരു ഇൻഫ്ലുവൻസ് ആളുകളിൽ ബിൽഡ് ചെയ്യാനായിട്ട് സാധിച്ചത്. ഒരുപക്ഷെ മറ്റ് നടന്മാരെക്കാൾ കൂടുതൽ ഒരു സ്വാധീനം ജനങ്ങളിൽ ചെലുത്താനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വലിയൊരു വിജയമാണ്. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് ആരൊക്കെയാണോ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നത്, വളരെ സാധാരണ ലാംഗ്വേജ് ആരാണ് യൂസ് ചെയ്യുന്നത്, അവർക്ക് വളരെ പെട്ടെന്ന് ആളുകളുമായിട്ട്, കസ്റ്റമേഴ്സുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ വളരെ സാധാരണ ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുക, നിങ്ങൾ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ തന്നെ സംസാരിക്കുക ആളുകളോട്. എങ്കിൽ മാത്രമേ ആളുകളോട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മുടെ ജെനുവിനിറ്റി നമുക്ക് ആളുകളിലേക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. വളരെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. പ്രത്യേകിച്ച് ഈ കോച്ചിങ് മേഖലയിൽ നമ്മളെ ഫോളോ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അവർക്ക് നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള മെസ്സേജ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? വളരെ എന്താണ് ടച്ചിങ് ആയിട്ട് നമ്മുടെ ജെനുവിൻ കാര്യങ്ങൾ വളരെ സത്യസന്ധമായിട്ട് നമ്മളെ അവതരിപ്പിക്കാനായിട്ട് കഴിയണം. അപ്പോൾ നമ്മളെ സത്യസന്ധമായിട്ട് അവതരിപ്പിക്കണമെങ്കിൽ നമ്മുടെ സംസ്കരിച്ച വേർഷനല്ല വേണ്ടത്, മറിച്ച് എന്താണ് വേണ്ടത്? നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന, ഹൃദയത്തിൽ തട്ടി വരുന്ന വളരെ നോർമൽ ലാംഗ്വേജ്. എങ്കിൽ മാത്രമേ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വലിയൊരു സംഭവമാണ്, വലിയൊരു ട്രെയിനറാണ്, എനിക്ക് ആ മേഖലയിൽ ഇന്ന ഡിഗ്രി ഉണ്ട്, ഇന്ന പദവികളുണ്ട്, ഞാൻ ഇത്ര ആളുകളെ ട്രെയിൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നോർമൽ ആളുകൾ അക്സെപ്റ്റ് ചെയ്തില്ല. കാരണം നമ്മൾ വലിയൊരു ആളാണെന്ന് ഒരിക്കലും പ്രൊജക്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ വളരെ സാധാരണ രീതിയിൽ ആളുകളെ കണക്ട് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്താണ് വലിയ രീതിയിലുള്ള ഒരു ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഇതാണ് ഡിജിറ്റൽ കോച്ചിങ് മേഖലയിൽ അല്ലെങ്കിൽ എൻറ്റയർ കോച്ചിങ് ഇൻഡസ്ട്രിയിൽ ഈ ടൈപ്പ് ഓഫ് ലാംഗ്വേജ് നിങ്ങൾ യൂസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം, ഒരു ഇൻഫ്ലുവൻസ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഡെയിലി ബേസിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേയിൽ കാണാം. താങ്ക് യു.